നിങ്ങൾക്ക് രാവിലെ ജിമ്മിൽ പോയിട്ട് മടുത്തോ? ദിവസവും രാവിലെ കയ്പുള്ള ജ്യൂസുകൾ കുടിച്ചിട്ട് മടുത്തോ? എന്നാൽ ഒരു കാര്യം കേട്ടോളി, ഇതൊന്നും ചെയ്യാതെ ഒരു ദിവസം പോലും പട്ടിണി കിടക്കാതെ നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റും. ലക്ഷക്കണക്കിന് ഡയറ്റ് പ്ലാനുകൾ തോറ്റുപോകുന്ന, ശാസ്ത്രം പോലും അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു സീക്രട്ട് മെത്തേഡ് എൻ്റെ കയ്യിലുണ്ട്. നമ്മുടെ നിത്യജീവിതത്തിലെ ചെറിയ ചെറിയ ശീലങ്ങൾ മാത്രം മാറ്റിയാൽ മതി നമുക്ക്. ഈ വീഡിയോയിൽ നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പിനെ ഉരുക്കിക്കളയാൻ പറ്റുന്ന തരത്തിലുള്ള അത്ഭുതകരമായ പ്രാർത്ഥന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന പ്രാർത്ഥനയും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്കെല്ലാവർക്കും പറ്റുന്ന ഒരു തെറ്റ് പറയാം. നമ്മളിൽ ഭൂരിഭാഗം പേരും വണ്ണം വെക്കുന്നത് ധാരാളമായിട്ട് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടല്ല കേട്ടോ. നമ്മൾ കഴിക്കുന്ന രീതി തെറ്റായതുകൊണ്ടാണ് നമുക്ക് അമിതവണ്ണം വരുന്നത്. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ മൊബൈൽ കണ്ടുകൊണ്ടോ ടി വി കണ്ടുകൊണ്ടോ വല്ല സീരിയലോ സിനിമയൊക്കെ കണ്ടുകൊണ്ടോ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ എത്ര ഭക്ഷണം കഴിച്ചു എന്ന് ബ്രെയിനിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? കൃത്യമായ ഒരു അളവ് ബ്രെയിനിന് മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ തോന്നിയ പോലെ നമ്മൾ കഴിച്ചു പോകും. അത് വലിയൊരു വില്ലനാണ് നമുക്ക് പൊണ്ണത്തടി ഉണ്ടാവാനായിട്ട്. അപ്പോൾ എന്താ, നമ്മൾ ഇതൊരു ലെവലില്ലാതെ അങ്ങോട്ട് കഴിച്ചു ആ സിനിമ കഴിയുന്ന വരും, അല്ലെങ്കിൽ അങ്ങനെ തിന്നുകൊണ്ട് പോകും. അതിനാണ് നമ്മൾ പറയുക മൈൻഡ്ലെസ് ഈറ്റിംഗ് എന്ന്. മൈൻഡ്ലെസ് ഈറ്റിംഗ്, മൈൻഡിന് അറിയുന്നില്ല എത്രത്തോളം കഴിച്ചു, ഇങ്ങനെ കഴിച്ചുകൊണ്ട് കാണും. അപ്പോൾ രണ്ടാമത് കാര്യം എന്തെന്നറിയോ? നമ്മൾ വെള്ളം കുടിക്കുന്നത്. നമ്മൾ ബിരിയാണി കഴിച്ച ഉടനെ തന്നെ ഐസ് വാട്ടർ കുടിക്കുന്ന ശീലം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ബിരിയാണി കഴിച്ച പാടെ തന്നെ ഐസ് വാട്ടറോ അല്ലെങ്കിൽ സവനപ്പോ മധുരമുള്ളത് എന്തെങ്കിലുമൊക്കെ കുടിക്കുന്ന ശീലമുണ്ട് അല്ലേ? എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കോളി, ഓർത്ത് വെച്ചോളി. അത് നമ്മുടെ ദഹന പ്രക്രിയയിലെ അതിനെ പൂർണ്ണമായിട്ടും തകിടം മറിക്കും. അതിന് നമ്മുടെ ദഹന പ്രക്രിയ നമ്മളെ കേടുവരുത്തും. കൊഴുപ്പില്ലേ, നമ്മളെ കൊഴുപ്പ് ശരീരത്തിൽ കട്ടിയാകാൻ ഇത് കാരണമാകുന്നു. നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കട്ടിയാകും. നമ്മൾ ബിരിയാണിയോ മറ്റേ വല്ല വസ്തുക്കളോ കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ തണുത്ത വല്ലതും കഴിച്ച് കഴിഞ്ഞാൽ കൊഴുപ്പ് കട്ടിയാകും. ഇങ്ങനെയുള്ള ചെറിയ അബദ്ധങ്ങളാണ് പലപ്പോഴും നമ്മുടെ തടിയും വയറും കൊഴുപ്പും ഒക്കെ കൂടാൻ മെയിൻ വില്ലനായി തീരുന്നത്. മനസ്സിലായോ? ഇതിനുള്ള പരിഹാരം എന്താണ്? ഇന്ന് ലോകം മുഴുവൻ പുകഴ്ത്തുന്ന ഒന്നാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. അഥവാ എന്താണ്? ഇത്ര സമയം, അതായത് കൃത്യമായ സമയം ഇട്ടിട്ട് നോമ്പ് നോക്കുന്നത് പോലെ നിൽക്കുക. എന്നാൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്കിത് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. മുത്തുനബിയാണ് നമ്മുടെ. അപ്പോൾ ഇത് നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് എന്താണ്, ആഴ്ചയിൽ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ എന്താക്കാൻ സുന്നത്തായ നോമ്പ് എടുത്ത് നോക്കൂന്ന് അല്ലേ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ നോമ്പ് പിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളങ്ങനെ നോമ്പ് പിടിച്ച് നോക്കിയാണ് അപ്പോൾ തന്നെ നിങ്ങളുടെ മെറ്റബോളിസം ഇരട്ടിയാക്കും. തടി താഴെ കുറയും മക്കളെ. ഒന്ന് തിങ്കൾ വ്യാഴക്കൊന്ന് നോമ്പ് പിടിച്ച് നോക്കിയും. മറ്റൊന്ന് പ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന സുവർണമായൊരു നിയമമാണ്. എന്താണ് ആ നിയമം? വയറിൻ്റെ 1/3 മാത്രം ഭക്ഷണം കഴിക്കുക. നമ്മളെപ്പോഴും വയറ് ഫുള്ളായിട്ട് കഴിക്കാൻ പാടില്ല. വയറ് നമുക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നല്ല ടേസ്റ്റ് ഉണ്ട്, ഇനി കുറച്ചും കൂടെ കഴിക്കുക. പക്ഷേ അങ്ങനെ നമ്മൾ കഴിക്കരുത്. കഴിച്ചു കഴിഞ്ഞാലല്ലേ നമുക്ക് വയറ് ഭയങ്കര ഫുള്ളായിട്ട് നമുക്ക് ഭയങ്കര പൊറുതിക്കടയിക്കാരം. അപ്പോൾ നമ്മൾ എന്താക്കണം? കുറച്ച് വിശപ്പ് നമ്മൾ ബാക്കി വെക്കണം. മനസ്സിലായില്ലേ? കുറച്ച് വിശപ്പ് ബാക്കി വെച്ചിട്ട് വേണം നമ്മൾ കൈ കഴുകാൻ. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നന്നായിട്ട് ചവച്ചരച്ചിട്ട് കഴിക്കണം. ഉമിനീര് ഭക്ഷണത്തിലില്ല, നമ്മളെ ഉമിനീര് ഭക്ഷണത്തിൽ കലരുമ്പോൾ അത് എളുപ്പം ദഹിക്കും, കൊഴുപ്പായിട്ട് മാറൂല. മനസ്സിലായില്ലേ? ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുത്ത് വിഴുങ്ങിക്കളയരുത്. നല്ലോണം ചവച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിൽ ഉമിനീരും കൂടെ കലർന്നിട്ട് അത് എളുപ്പത്തിൽ ദഹിക്കും. അത് പിന്നെ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പായിട്ട് മാറൂല. ഈ സുന്നത്തുകളൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇതുപോലൊക്കെ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ശരി, ഇനിയിപ്പോൾ നമ്മൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി വിചാരിച്ചാലും നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാന്നറിയോ? മടിയാണ്. നാളെ മുതൽ ചെയ്യാം,
അല്ലെങ്കിൽ മറ്റന്നാൾ മുതൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യും, ഇങ്ങനെ നീട്ടി കൊണ്ടുപോകും. നാളെ മുതൽ നടക്കാം, നാളെ മുതൽ ഡയറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെന്ത് ചെയ്യും, ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകും. അപ്പോൾ അത് നമുക്ക് ഏറ്റവും വലിയ മടിയാനാണ്. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ ഈ മടി മാറ്റാനാണ് നമ്മൾ ആദ്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഈ മടിയും അലസതയും മാറ്റാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച അതിശക്തമായിട്ടുള്ള ഒരു ദുആ ഉണ്ട്. അതെപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുക. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അല്ലാഹുവേ, അശക്തിയിൽ നിന്നും ഞാൻ നിന്നോട്, അശക്തിയിൽ നിന്നും മടിയിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. ഇത് രാവിലെയും വൈകുന്നേരം എന്താക്കുക, ദിവസവും നമ്മൾ ചൊല്ലുക. മനസ്സിലായില്ലേ? ഇത് ചൊല്ലിയാൽ തന്നെ നമ്മൾ എന്താക്കും, നമ്മുടെ ശരീരം തളർന്നു പോകാതിരിക്കാനും മടി വരാതിരിക്കാനും നമുക്ക് കാരണമാകും. ഇനി നമുക്ക് അടുത്തത് തടി കുറയ്ക്കാനുള്ള ദുആകളിലേക്ക് കടക്കാം. കൂട്ടുകാരെ, നമ്മളീ പലർക്കും ഡയറ്റ് ചെയ്യാൻ പറ്റാത്തത് ഭക്ഷണത്തോടുള്ള കടുത്ത ആർത്തി കൊണ്ടാണ് അല്ലേ? ബിരിയാണിയോ അല്ലെങ്കിൽ മധുരമോ കണ്ടു കഴിഞ്ഞാൽ മനസ്സ് മാറുന്നവർ ഈ ദുആ എന്താക്കുക, പതിവാക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജൂ. ഇത് നിങ്ങളുടെ മനസ്സിന് അനാവശ്യ ഭക്ഷണ ചിന്തകളിൽ നിന്ന് മാറ്റും. അതുപോലെ ശരീരത്തിന് ഉന്മേഷം തരാൻ രാവിലെ 3 വട്ടം സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി എന്ന് ചൊല്ലുക. മനസ്സിലായില്ലേ? ഇനി നമുക്ക് തടി കുറയാനുള്ള ദുആകളിലേക്ക് കിടക്കാം. അപ്പോൾ ഒന്നാമത്തത് മക്കളെ, ഭക്ഷണത്തോടുള്ള അമിത ആർത്തി കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലേ? പലർക്കും തടി കൂടാൻ കാരണം എന്താണ്? നിർത്താതെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു തോന്നലാണ് അല്ലേ? ഈ ആർത്തി കുറയ്ക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഈ ദുആ എന്താണ്? വളരെ മികച്ചതാണ്. ഏതാണ് ആ ദുആ നോക്കിയാണ്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ജൂഇ ഫഇന്നഹു ബിഅസൽ ലജീ. മനസ്സിലായില്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? അല്ലാഹുവേ, എന്നെ തളർത്തുന്ന അഥവാ നിയന്ത്രണം വിട്ട കടുത്ത വിശപ്പിൽ നിന്നും ആർത്തിയിൽ നിന്നും ഞാൻ നിന്നോട് അഭയം തേടുന്നു. തീർച്ചയായും അത് വളരെ മോശം കിടപ്പാടുകാരനാണ്. മനസ്സിലായില്ലേ? അതാണ് അതിൻ്റെ അർത്ഥം. ഇനി രണ്ടാമത്തെ ദുആ എന്താ വെച്ചാൽ, മനസ്സിനെ നിയന്ത്രിക്കാനും തഖ്വ ലഭിക്കാനും ദുആ നമ്മൾ ചെയ്യണം. ഡയറ്റ് ചെയ്യുമ്പോൾ മനസ്സ് മാറിപ്പോകാതിരിക്കാനും ശരീരത്തെ നിയന്ത്രിക്കാനും ഈ പ്രാർത്ഥന എന്താക്കും, സഹായിക്കും. അപ്പോൾ നമ്മൾ ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് ചൊല്ലുക. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹ വസക്കിഹ അൻത ഖൈറു മൻ സക്കാഹ. മനസ്സിലായില്ലേ? എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, എൻ്റെ മനസ്സിന് നീ ആത്മനിയന്ത്രണവും സൂക്ഷ്മതയും നൽകണമേ. അതിനെ നീ ശുദ്ധീകരിക്കണമേ. ശുദ്ധീകരിക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ നീയാണ്. മനസ്സിലായില്ലേ? പിന്നെ മൂന്നാമത്തെ ദുആ എന്താണെന്ന് വെച്ചാൽ, ശരീരത്തിലെ മെറ്റബോളിസം കൂട്ടാനും ഫാറ്റ് ബേൺ ചെയ്യാനുള്ള ഊർജം കോശങ്ങൾക്ക് ലഭിക്കാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദിക്ർ. മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുത്ത ദിക്റാണ്. ഏതാണ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസീനത അർശിഹി വമിദാദ കലിമാതിഹി. എന്താണ് അതിൻ്റെ അർത്ഥം? അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ എണ്ണമത്രയും അവൻ്റെ പ്രീതിക്കനുസരിച്ചും അവൻ്റെ അർഷിൻ്റെ തൂക്കമത്രയും അവൻ്റെ വചനങ്ങളുടെ മഷിയോളവും ഞാൻ അള്ളാഹുവെ സ്തുതിക്കുന്നു. ഇത് രാവിലെയും 3 വട്ടം ചൊല്ലുക. മനസ്സിലായില്ലേ? അപ്പോൾ എന്ത് ചെയ്യാം? അപ്പോൾ ഈ ദുആകളൊക്കെ ചൊല്ലുക. ഈ ദുആ ചൊല്ലിയ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പൊണ്ണത്തടിയും നിങ്ങളെ അനാരോഗ്യകരമായ പ്രശ്നങ്ങളൊക്കെ അള്ളാഹു തആല മാറ്റിത്തരും. അപ്പോൾ സുഹൃത്തുക്കളെ, വണ്ണം കുറയ്ക്കുക എന്നത് വലിയൊരു കഷ്ടപ്പാടല്ല, അതൊരു ലൈഫ് സ്റ്റൈൽ മാറ്റമാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഇന്നത്തെ ദിവസം മുതൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു തുടക്കം കുറിക്കുക. ഇൻഷാ അല്ലാഹ് വ്യത്യാസം നിങ്ങൾക്ക് തന്നെ കാണാം. ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ വണ്ണമുള്ള കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.